കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ദേശീയപാത നിർമ്മാണത്തിനിടെ ക്രെയിൻ പൊട്ടിവീണ് 2 തൊഴിലാളികൾ മരിച്ചു. വടകര സ്വദേശികളായ അക്ഷയ്, അശ്വിൻ എന്നിവരാണ് മരിച്ചത്. ഷഫീഖ് നസ്രുള്ള ചേരുന്നു. ഷഫീഖ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? മംഗളൂരു ദേശീയപാതയിൽ പുത്തൂരിലാണ് ദേശീയപാതയുടെ ഭാഗമായി സ്ട്രീറ്റ് ലൈറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന തൊഴിലാളികൾ ക്രെയിൻ പൊട്ടി വീണ് മരിച്ചത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഇത്തരം ഒരു സംഭവം നടന്നത്. വടകര സ്വദേശികളാണ് രണ്ടുപേരും ഈ ക്രെയിനിന് മുകളിലായിരുന്നു. അവിടുന്ന് അവർ നിൽക്കുന്നുണ്ടായിരുന്ന ഭാഗം പൊട്ടി താഴെ സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. അക്ഷയ്, വടകര സ്വദേശി അക്ഷയ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. അശ്വിനെ മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 2 മരണമാണ്. രണ്ടുപേരും മരിച്ചു. ഈ 2 പേരാണ്, 2 തൊഴിലാളികളാണ് ഈ ക്രെയിന് മുകളിൽ നിന്നുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്ന പ്രവൃത്തി നടത്തിയിരുന്നത്. ഈ മൊഗ്രാൽ പുത്തൂരിൽ അവർ ദേശീയപാതയുടെ ഭാഗമായി നിർമ്മിച്ചിരുന്ന സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനിടെ ക്രെയിൻ പൊട്ടി വീണ് അവർ സർവീസ് റോഡിലേക്കാണ് വീണത്. ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 2 പേരെയും ആദ്യം കുമ്പളയിലെ ജില്ലാ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് അവിടെ നിന്ന് ഗുരുതരമായി പരിക്കേറ്റിരുന്ന അശ്വിനെ മംഗളൂരുവിലേക്ക് കൊണ്ടുപോയി. മംഗളൂരു ആശുപത്രിയിൽ എത്തുമ്പോൾ അശ്വിനും മരണപ്പെട്ടു. അങ്ങനെ 2 പേരാണ് അല്പസമയം മുൻപ് കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിലും മൊഗ്രാൽ പുത്തൂരിൽ നിർമ്മാണ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കെ തൊഴിലാളികൾ മരണപ്പെട്ടത്.